എന്താ? രേണുവിനെ രഘു തട്ടിക്കൊണ്ടുപോയി. ചേച്ചി ചേച്ചി, രേണുവിനെ രഘു തട്ടിക്കൊണ്ടുപോയി. നിർത്ത്. ഇവനെ കെട്ടിവരിഞ്ഞു നിർത്തിയിട്ടാണോ നിങ്ങളുടെ കൈവിരുത് കാണിക്കുന്നത്? ഈ പെണ്ണിനെ അവമാനിച്ച ഇവനെ ഞങ്ങൾ ജീവനോടെ വിടില്ല. നീ ഒന്ന് തഞ്ചപ്പെടടോ. ഇവനെ പെട്ടെന്ന് കൊല്ലരുത്. ഇവൻ പെട്ടെന്ന് മയ്യത്തായ ചെയ്ത ദ്രോഹത്തിന്റെ വേദന അറിയത്തില്ല. ശങ്കര, എന്തോ ഇതെന്ത് രേണു? ഞാൻ നശിച്ചു ചേച്ചി. ഇനി ഞാൻ ജീവിക്കാൻ പാടില്ല. ഒന്നും പറ്റിയില്ലല്ലോ. നീ പോയാൽ എനിക്കാരുണ്ടറിഞ്ഞിട്ട്? അമ്മയില്ലാത്ത നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് ഇതിനായിരുന്നു. ആ രഘുവും കൂട്ടും കരുതിക്കൂട്ട് ചെയ്തതാണ്. അവൻ എന്നെയാണ് അപമാനിച്ചത്. എന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോരയുണ്ടെങ്കിൽ ഞാൻ അവനോട് പകരം ചോദിക്കും. ഇല്ല ചേച്ചി, ഞാൻ ജീവിച്ചിരുന്നാൽ അവൻ ഇനി എന്നെ ശല്യപ്പെടുത്തും. ഇല്ലടി, അവൻ ഇനി ഈ പ്രദേശത്ത് കാലുകുത്തില്ല. നീ വാ, നമുക്ക് വീട്ടിൽ പോകാം. നാണം കെട്ടവനെ, നീ എന്റെ മകനാണെന്ന് പറയാൻ എനിക്ക് ലജ്ജ തോന്നടാ. നാട്ടുകാർ കൂട്ടത്തോടെ വന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതായി പോയി സാർ. ഈ ചതയർത്ത് പട്ടിക്കറിഞ്ഞു കൊടുക്കടാ. വലിയ അഭ്യാസികളാണെന്ന് പറഞ്ഞു നടക്കുന്നു. ഡാഡി ക്ഷമിക്കണം. എന്നെ അപമാനിച്ചവരോട് ഒന്നടങ്കം പകരം വീട്ടാതെ ഞാൻ ഇനി മുടി വളർത്തില്ല. പൗരുഷമില്ലാത്തവന്റെ പ്രവൃത്തിക്ക് എന്ത് വിലയടാ? കുറയ്ക്കാതെ കാര്യമാക്കുമോ? മുത്തു സാർ, ഇവന്റെ തല മുട്ടനം ചെയ്തത് എന്റെ മീശയെടുത്തതിന് തുല്യമാണ്. അത് ചെയ്തവൻ ആരായാലും അവന്റെ ഗ്രാമം മുഴുവൻ ചുട്ടിച്ചാതരാക്കണം. മോളെ രേണു, നീ എന്ത് ബുദ്ധിമോശമാ കാണിച്ചത്? നീ തൂങ്ങിച്ചത്ത അവർക്ക് എന്ത് നഷ്ടം? കാട് കൊള്ളയടിക്കുന്ന പോട്ടെ, ഇവിടെ പെണ്ണുങ്ങൾക്ക് മാന്യമായി ജീവിക്കാൻ വയ്യുന്നായല്ലോ. ചേച്ചി സമാധാനിക്കും. അവനെ കൊല്ലുന്നവരെ ഞാൻ ഏറ്റു. കൊല്ലേണ്ടത് അവനെയല്ലടാ നമുക്ക്. ഇതിനെല്ലാം ചരട് വലിക്കുന്ന അവന്റെ തന്തയുണ്ടല്ലോ ശേഖരൻ, അവനെയാ കൊല്ലേണ്ടത്. ആ അച്ഛനെയും മകനെയും ഒന്നിച്ചു കൊല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം ഞാൻ വഴി കണ്ടിട്ടുണ്ട്. മോളെ രേണു, നീ ഇനി കുറച്ചു ദിവസം സൂക്ഷിക്കണം. ഒറ്റയ്ക്ക് പുറത്തൊന്നും പോകാൻ പാടില്ല. വീട്ടിനകത്ത് കിടക്കുന്നവരെ പോലും അവർ ആക്രമിച്ചിട്ടുണ്ട് പറയത്തുക. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, ഞാനാണ് പറയുന്നത്. ഈ അക്രമങ്ങളും കൊലപാതകങ്ങളും സംബന്ധിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇതെല്ലാം ചെയ്യുന്നത് ആ കാട്ടുകളനും കൂട്ടരുമാണ്. ഇവിടെ പോലീസിന്റെ ശക്തിയും കഴിവും നശിച്ചിട്ടില്ല. ഇതുവരെ ഇവിടെ വന്ന ഏമാന്മാരെല്ലാം അയാളുടെ വീട്ടിലാ ഉറക്കം. നട്ടലുള്ള ചെറുപ്പക്കാർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ പോവുകയാണ്. ഈ വനം മുഴുവനും തേക്കും ചന്ദനമായിരുന്നു. അതെല്ലാം വെട്ടി വെളുപ്പിച്ച് വിറ്റ് പണമാക്കി. ആവശ്യമായ തെളിവ് തരാൻ ആള് വേണം. എന്ത് തെളിവ് തരാനും ഞങ്ങൾ തയ്യാറാണ് ഏമാനെ. ചില മന്ത്രിമാരുടെ തണലില് കുറെ ഉദ്യോഗസ്ഥന്മാരാണ് അയാളെ സഹായിക്കുന്നത്. പണം കൊടുത്താ വേഗം വാങ്ങാൻ കഴിയുന്ന ഇപ്പൊ മന്ത്രിമാരെയാണ്. രാഷ്ട്രീയം പഠിപ്പിക്കണ്ട. ഇനി മിണ്ടാണ്ടിരിക്കാൻ പറ്റൂലേ ഏമാനെ. നിങ്ങളുടെ അനുജത്തിയോട് ആർക്കെങ്കിലും ശത്രുതയുണ്ടോ? ഉണ്ട് സർ. എന്റെ അനുജത്തെ കൊന്നത് ആ ശേഖരന്റെ മകൻ രഘുവാണ്. എന്റെ കൂടപ്പിറപ്പിനെ കൊന്നവരോട് ഞാൻ പകരം വീട്ടു. ഓൻ ആദ്യം എതിർത്തത് എന്റെ മോൻ കബീറാണ് ഏമാനെ. അയാൾ എവിടെ? ഓൻ അവര് ഒരു കള്ളക്കേസ് കുടുക്കി ജയിലിലാക്കി.
ജയേട്ടൻ. ഹലോ ഹേമ. ഹേമ ഇവിടെ? ജയേട്ടൻ ഇവിടെ? കോൺട്രാക്ടർ മിസ്റ്റർ ശേഖറിന്റെ വീട് ഇതല്ലേ? എന്റെ ഫാദറാണ്. ഓ, ഐ സീ. എന്താ വിശേഷം? ഒന്ന് കാണണമായിരുന്നു. ഇവിടെ ഒന്നു? ഒരാഴ്ചയായി. ഞാനും വന്നിട്ട് ഒരാഴ്ചയായി. അപ്പൊ എന്തായാലും മനപ്പൊരുത്തമുണ്ട്. എന്നെ തേടി വന്നതായിരിക്കും എന്നാ ഞാൻ കരുതിയത്. തേടാതെ തന്നെ തമ്മിൽ കണ്ടല്ലോ. അതെന്റെ മനസ്സിന്റെ സത്യം. കോളേജ് വിട്ടു വന്നതിന് ശേഷം ഒന്ന് കാണാൻ തരപ്പെട്ടില്ല. ആ, ഇനി അടിക്കടി കാണാമല്ലോ. എന്റെ ഭാഗ്യം. ബൈ ദ ബൈ, ഡാഡിയെ പരിചയപ്പെടുത്തണോ? വേണ്ട. പരിചയമില്ലാത്തവരെ കണ്ടെത്തുന്നതല്ലേ എന്റെ ജോലി. ഡാഡി അകത്തുണ്ട്. ഞാൻ കണ്ടോളാം. ആരാ? ഓ, പുതിയ ആളായിരിക്കും. ആ ചോദ്യം മനസ്സിലായില്ല. പിന്നെ ഈ വരവിന്റെ ഉദ്ദേശം? ഇവിടെ ഈ ചന്ദനക്കാട് ഗ്രാമത്തിൽ ഇന്നലെ ഒരു തീവെപ്പും കൊലപാതകവും നടന്നു. അതന്വേഷിക്കാൻ ഇവിടെ വന്ന കാര്യം? ആ സംഭവവുമായി നിങ്ങൾക്ക് ബന്ധപ്പെടുന്ന റിപ്പോർട്ട് കിട്ടി, അതുകൊണ്ട് വന്നതാണ്. ഇവിടെ ഇരുന്നിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നവർ എങ്ങനെയായിരുന്നു എന്നതല്ല പ്രശ്നം. ആ തീവെപ്പ് കേസിന് പിന്നിൽ നിങ്ങളും നിങ്ങളുടെ മകനുമുണ്ടെന്നാണ് പോലീസിന് കിട്ടിയ റിപ്പോർട്ട്. നിങ്ങളുടെ റിപ്പോർട്ട് കൊണ്ടുപോയി ചൂടണം മിസ്റ്റർ ശേഖർ. കൂടുതൽ സംസാരിക്കരുത്. ഇതെന്റെ വീടാണ്. ഇറങ്ങി പോകണം മിസ്റ്റർ. ഈ തൊപ്പിയും കുപ്പായും അണിഞ്ഞിരിക്കുന്നത് വെറും അലങ്കാരത്തിനാണെന്ന് ധരിക്കരുത്. ഇതിനേക്കാൾ വലിയ തൊപ്പിയും കുപ്പായം ധരിച്ചവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം നട്ടലില്ലാത്ത ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങളെ ഈ നിലയിൽ എത്തിച്ചത്. ഇടോ കൊച്ചനെ, ഒരു സബ് ഇൻസ്പെക്ടർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. മിസ്റ്റർ ശേഖർ, നട്ടലിലും തന്റെ ഇടവുമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. സലാം വാർഡന് 177. 177. നിന്നെ വാർഡൻ റിപ്പബ്ലിക് ദിനത്തിൽ ഈ നമ്പർ വീണിരിക്കുന്നു. നിങ്ങളെ വിട്ടിരിക്കുന്നു. കള്ളം, പച്ച കള്ളം. എടാ, മുഖത്ത് നോക്കിയിട്ട് കള്ളം പറഞ്ഞു കേട്ടില്ലേ? എടാ, ഈ വാർഡനെ കണ്ടോലേ ഒരു കള്ളന്റെ ലക്ഷണമില്ലേ? ചുമ്മാ നമ്മുടെ വാർഡല്ലേ. അതല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. കബീറെ, നിന്നെ കർത്താവ് രക്ഷിച്ചു. പാടല്ലേ, ഒരു വർഷത്തിൽ എത്ര റിപ്പബ്ലിക് ദിനമുണ്ട്? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. 6 അല്ലേ? 12 എടാ, ഈ ഗ്രഹങ്ങളെ മാറ്റനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചുമ്മാ അത് ചന്ദ്രഗ്രഹണല്ലേ? കബീറെങ്കിലും പോയി രക്ഷപ്പെടും. പോയേച്ചു ഉടനെ വാ, ഞങ്ങള് കാത്തിരിക്കും കേട്ടാ. ആ വാടനേ